ഇതുപര്യന്തമുള്ള കേരളത്തിലെ ചരിത്രത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിക്ഷേപക അനുഭവമാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ളത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡിൻ്റെ വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയെക്കുറിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആലോചിക്കുമ്പോൾ 20 വർഷക്കാലത്തിന് ശേഷം എങ്ങനെയായിരിക്കും കേരളം അത് 20 വർഷത്തിന് മുമ്പേ തന്നെ പ്രാപ്യമാക്കുക എന്നൊരാശയമാണ് മുന്നോട്ട് വെച്ചത്. കിഫ്ബി നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വരുമ്പോൾ 20 വർഷക്കാലത്തിന് ശേഷമുള്ള ഭൗതിക സാഹചര്യങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചുവെങ്കിൽ വളരെ വേഗത്തിൽ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 60,000 കോടി രൂപയുടെ നിക്ഷേപവും അതുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളുമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ കിഫ്ബി വരുന്ന കാലത്ത് ഗവൺമെൻറ് ആലോചിച്ചിരുന്നത്. 60,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് പ്ലാനിൽ നിന്ന് പുറത്തായി കേരളത്തിൽ നടത്തണം എന്നൊരു ആശയഗതി ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ വിമർശകരായി വന്നവർ പോലും പദ്ധതി ആരംഭിച്ച് നമ്മുടെ നാട്ടിലെ ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായിട്ടുള്ള വലിയ മാറ്റം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ആവശ്യക്കാരും അതിൻ്റെ പ്രോക്താക്കളുമായി മാറി എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം കേവലമായിട്ടുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ മാത്രമല്ല കിഫ്ബി പ്രദർശിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റോഡുകൾ, പാലങ്ങൾ ഉൾപ്പെടെയുള്ള സഞ്ചാരമാർഗങ്ങളിൽ വലിയ മാറ്റം കിഫ്ബി ഫണ്ടിലൂടെ നമുക്ക് ചെലവഴിക്കാനായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ വിലയുടെ 25% കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്ത് പൂർണ്ണമായിട്ടുമില്ല എന്ന് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. 2025 പൂർത്തിയാകുമ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രംഗപ്രവേശം ചെയ്തപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ പ്രധാന തടസ്സമായി വന്നത് അതിൻ്റെ കോസ്റ്റ് തന്നെയാണ്, വില തന്നെയാണ്. പണം പൂർണ്ണമായിട്ടും കേരളീയർക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മറ്റെവിടെയുമില്ലാത്ത ഒരു ഓഫർ കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ വെച്ചു. ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ 25% ഞങ്ങൾ കൊടുക്കാം എന്നാണ്. യഥാർത്ഥത്തിൽ അതിനുവേണ്ടി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ചത് കിഫ്ബിയുടെ ഫണ്ടാണ്. 6,000 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് കൂടി വേഗതയിൽ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിവേഗം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി എന്ന് മാത്രമല്ല 2025 പൂർത്തിയാകുന്നതോടെ വടക്ക് മുതൽ തെക്ക് വരെ കേരളത്തെ പൂർണ്ണമായും ബന്ധപ്പെടുത്തുന്ന ദേശീയപാതയുടെ വികസനം പൂർത്തിയാക്കും എന്ന നിലവാരത്തിലേക്ക് വരാൻ കഴിഞ്ഞത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞ സംഖ്യയാണ്. കേരളത്തിലെ ഒരു പൊതു അനുഭവം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് LARR 2013 എന്ന ലാൻഡ് അക്വസിഷനുമായി ബന്ധപ്പെട്ട ദേശീയ നിയമം പുറത്തിറങ്ങിയതോടെ സാധാരണ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക എത്രയോ ഇരട്ടിയുടെ ഇരട്ടിയായി വർദ്ധിച്ചു. പണ്ട് പൊന്നും വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പൊന്ന് പൂശിയ ഗോൾഡ് പോലും മേടിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 100% സ്വദേശി ഉൾപ്പെടെ മൾട്ടിപ്പിൾ ഫാക്ടർ ഉൾപ്പെടെ ഒരു ഭൂമിയിൽക്കകത്ത് നിലനിൽക്കുന്ന വിളകളുടെയും മരങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ഉൾപ്പെടെ വില കണക്കാക്കി വലിയ തോതിലുള്ള ഭൂമിക്ക് ഉള്ള പണമാണ് നിശ്ചയിച്ചു. സ്വാഭാവികമായിട്ടും ആളുകൾ എല്ലാവരും കരുതിയത് ഇനി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉണ്ടാകില്ല, ആ വിധത്തിലുള്ള വികസനം വരാൻ പോകുന്നില്ല. എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ 8 വർഷക്കാലത്തെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ആകത്തുക പരിശോധിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ്, ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പുതിയ വികസന സംവിധാനത്തെ കൊണ്ടുവരാൻ കഴിയുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ പണം ചെലവഴിച്ചത് കിഫ്ബി എന്ന പദ്ധതിയിലൂടെയാണ്. നമുക്കറിയാം, കിഫ്ബി ഭൗതിക സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കാവുന്ന ഒരാശയമായിട്ടാണ് വന്നതെങ്കിൽ ആ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ മാത്രമല്ല വരാൻ പോകുന്ന തലമുറയുടെ പോലും വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത് വിദ്യാഭ്യാസ രംഗത്താണ്. കേരളത്തിലെ കിഫ്ബിയുടെ സഹായത്തോടു കൂടി നമ്മൾ പണിത് തീർത്ത സ്കൂളുകൾ
കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ആശയത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം കടന്നപ്പോൾ 2 നിലവാരത്തിലുള്ള മാസ്റ്റർ പ്ലാനുകൾ കേരളത്തിലുണ്ടാകണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ചു. അതിലൊന്ന് അക്കാദമിക മാസ്റ്റർ പ്ലാനും മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറൽ മാസ്റ്റർ പ്ലാനുമാണ്. കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും നാട്ടിലെ ജനപ്രതിനിധികളും എല്ലാം കൂടിയിരുന്ന് വിവിധ കെട്ടിടങ്ങളുടെ ഡിസൈനുകൾ തയ്യാറാക്കുമ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇത്ര വലിയ സമുച്ചയങ്ങൾ, വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ പുതിയ കുട്ടികൾക്ക് വേണ്ടി വരാൻ കഴിയുന്നു. ഇന്നിപ്പോൾ ഭാഷയ്ക്ക് പോലും ലാബ്, സയൻസ് വിഷയങ്ങൾക്ക് മാത്രമല്ല ലാംഗ്വേജ് ലാബുകൾ ഉൾപ്പെടെ നമ്മുടെ സർക്കാർ കലാലയങ്ങൾക്ക് വന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ മാത്രം ലഭ്യമായിരുന്ന ലബോറട്ടറി സൗകര്യങ്ങൾ, പാഠ്യേതര വിഷയങ്ങളുടെ പ്രത്യേകതകൾ, ഓഡിറ്റോറിയം, അത്യാധുനികമായിട്ടുള്ള ക്ലാസ് മുറികൾ, 44,000-ലേറെ ക്ലാസ് മുറികൾ തന്നെ സ്മാർട്ടാക്കി കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട്. സ്കൂളുകളുടെ കാര്യത്തിൽ പറയുകയും വേണ്ട. ONV കുറിപ്പ് എഴുതിയതുപോലെ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയും അവരെ നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തത് കിഫ്ബി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ലോകം തന്നെ ശ്രദ്ധിക്കാവുന്ന വിധത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറണം എന്ന് നാം നിശ്ചയിച്ചപ്പോൾ ഹോസ്റ്റലുകൾ മുതൽ പാഠ്യവിഷയങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങൾ വരെ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നാം വിപുലീകരിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സമാനതകളില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന വലിയ നേട്ടത്തിലേക്കാണ് കേരളം പോയത്. കേരളത്തിലെ 2 ഗവൺമെൻറ്റുകളും കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയ തലമുറയെ ഭൗതികമായി വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ സ്കൂളുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യ ഏതെങ്കിലും വിധത്തിലുള്ളൊരു എക്സ്പെൻഡിച്ചർ അല്ല, അത് വരാൻ പോകുന്ന ഒരു നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ മൂലധന നിക്ഷേപമാണ്. അങ്ങനെ ഒരു മൂലധന നിക്ഷേപത്തിന് നേതൃത്വം നൽകിയത് കിഫ്ബിയിലൂടെയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് വരാൻ പോകുന്നത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പുത്തൂർ ലോകം തന്നെ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു സുവോളജിക്കൽ പാർക്കായി മാറുന്നതിൻ്റെ ഒരേ ഒരു ഉത്തരവാദിത്വം കിഫ്ബിക്ക് മാത്രമാണ്. 30 വർഷക്കാലമായി എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, തൃശ്ശൂർ ജില്ലയെയും കേരളത്തെയും സംബന്ധിച്ചിടത്തോളം ഒരു ആശയമായിരുന്നു വനത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഫോറസ്റ്റിൻ്റെ കയ്യിലിരിക്കുന്ന 300 ഏക്കറിലധികം വരുന്ന ഭൂമിയിൽ ഒരു സുവോളജിക്കൽ പാർക്ക് അഥവാ ആധുനിക രീതിയിലുള്ള മൃഗശാല. കൂട്ടിലടയ്ക്കപ്പെട്ട മൃഗങ്ങളല്ല, തുറന്ന കൂടുകൾക്കകത്ത് സഫിഷ്യൻ്റായിട്ടുള്ള സൗകര്യങ്ങളോടെ താമസിക്കാൻ കഴിയുന്ന മൃഗങ്ങളെ കൂടി പേറുന്ന കാടിൻ്റെ സ്വഭാവമുള്ള ഒരു മൃഗശാല. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ വകുപ്പുകളെയും അക്ഷരാർത്ഥത്തിൽ അവരുടെ ഓഫീസുകൾ നന്നാക്കാൻ, പുതിയ ഉണർവോടെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ, ടൂറിസ്റ്റ് മേഖലയിൽ സമാനതകളില്ലാത്ത മാറ്റത്തിന് വേണ്ടി പണം ചെലവഴിച്ച് സഞ്ചാരികളെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ആകർഷിക്കാൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതീക്ഷയായിട്ടുള്ള പുതിയ തലമുറയുടെ അറിവും ആരോഗ്യവും സംരക്ഷിക്കാൻ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച സംഖ്യയിലൂടെ ലോകത്തു തന്നെ കേരളത്തിനൊരു പുതിയ മുഖം സൃഷ്ടിക്കാൻ കിഫ്ബിയിലൂടെ സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾക്ക് നടന്നു നോക്കിയാൽ ഓരോ ഇടത്തും കിഫ്ബിയുടെ സാന്നിധ്യം കാണാം. ഇപ്പോഴിതാ കിഫ്ബിയിലൂടെ സമാന പാതയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന, പ്ലാനിനോടൊപ്പം കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിയുന്ന ഒരു പുതിയ ആശയത്തിന് കൂടി കേരള മോഡൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. കിഫ്ബിയുടെ പ്രവർത്തനം കേരളത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. കേരളം മറ്റൊരു കേരളമായി മാറി. ഒരുപക്ഷെ വിദേശത്തൊക്കെ പോയി തിരിച്ചു വരുന്ന ആളുകൾക്ക് ഒരു 2 വർഷക്കാലത്തിനിടയിലുള്ള ഇടവേളയിൽ നാട്ടിലേക്ക് ഓടി വന്നപ്പോൾ നാടു തന്നെ മാറുന്ന വിധത്തിൽ, അത് ഒരു നാടിൻ്റെ കഥയല്ല, നാടുകളുടെ കഥയാണ്, ഗ്രാമങ്ങളുടെ കഥയാണ്, കേരളത്തിൻ്റെ ആകെ കഥയാണ്. ആ വിധത്തിലുള്ള കേരളത്തിൻ്റെ മാറ്റമാണ് കിഫ്ബിയിലൂടെ നമ്മുടെ നാടിന് കാണാൻ പറ്റിയത്.